ലെറ്റ്സ് മേക്ക് ടർക്കിഷ് കബാബ്. അതിനായിട്ട് നമുക്ക് മിൻസ്ഡ് ബീഫിലേക്ക് ഉപ്പ്, കുരുമുളക്, ചില്ലി പൗഡർ, കൊറിയാണ്ടർ പൗഡർ, കുമ്മിൻ, സുമക് ഇതെല്ലാം ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യാം. ഒരു ജാറിൽ നമുക്ക് കുറച്ച് ഒണിയൻ, ക്യാപ്സിക്കം, ആലപ്പീനോ, ഗാർലിക്കും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അതൊന്ന് അരിച്ചെടുത്തതിന് ശേഷം മിക്സ് ചെയ്ത് ചിക്കനിലേക്ക് ആ മിക്സ് ആഡ് ചെയ്ത് കുറച്ച് പാർസ്ലിയും ആഡ് ചെയ്ത് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് മാറ്റി വെക്കാമെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു സമയത്ത് നമുക്കൊന്ന് റാപ്പ് ചെയ്തൊരു 10 to 15 minutes മതിയായിരിക്കും. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഗ്രില്ലാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്, അതുകൊണ്ട് നമുക്ക് ഫോയിലൊക്കെ സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് കുറച്ചിങ്ങനെ ഒന്ന് വലുതാവണ പോലെ തോന്നും. അപ്പോൾ പിന്നീട് നമുക്ക് ഒന്നെങ്കിൽ സ്റ്റിക്കിൽ വെച്ച് ചെയ്യാം, ഇല്ലെങ്കിൽ സ്റ്റിക്കില്ലാത്തവർക്ക് ഇതുപോലെ ഇങ്ങനെ ചെറിയ ഷേപ്സ് ആക്കി വെക്കാമെന്നേ ഉള്ളൂ. ഞാൻ ഇങ്ങനെ അതിൻ്റെ അധികം നമ്മൾ മുകളിലും താഴേന്നും ഹീറ്റ് കിട്ടാവുന്ന രീതിയിൽ 175 ഡിഗ്രിയിൽ നമുക്ക് നല്ലോണം ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തിട്ട് 200 ആക്കിയിട്ട് നമുക്ക് നമ്മുടെ ചിക്കൻ വെക്കാവുന്നതാണ്. സോ ഫൈനലി നമുക്ക് ഇത്രയും ഇത് കബാബ് ഇട്ടിട്ടുണ്ട്. നല്ല ജ്യൂസിയും ഇതൊക്കെ ആയിട്ട് നമുക്ക് കിട്ടും, നല്ല ടേസ്റ്റ് ആയിരിക്കും. ആ സമയം നമുക്ക് മൊസ്ട്രോള ഉണ്ടാക്കാം. മൊസ്ട്രോളയും തക്കാളിയൊക്കെ വെച്ച് നല്ല ടേസ്റ്റാണ് ഈ മൊസ്ട്രോള. പിന്നെ മൊസ്ട്രോള കാരണം ഈ മൊസ്ട്രോള മൊസ്ട്രോളയുടെ ഗ്രേറ്റ് ചെയ്യുന്നതിന് മുമ്പ് കിട്ടുന്നൊരു മിനി മൊസ്ട്രോളയാണ് കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ്. തക്കാളിയുടെ ജ്യൂസ് കളയാണെങ്കിൽ കുറച്ചുകൂടി വാട്ടർ കുറഞ്ഞു കിട്ടും. ആ സമയം കൊണ്ട് നമുക്ക് ആ സൈഡിൽ പുതിന ചട്നി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ തക്കാളി മൊസ്ട്രോളയും ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് സ്റ്റിക്കിൽ ഒന്ന് കുത്തിയിട്ട് നല്ലൊരു പ്ലേറ്റിൽ നന്നായിട്ട് ഒന്ന് പ്ലേറ്റ് ചെയ്യാം. കുറച്ച് കുരുമുളക് ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ റെഡിയായി. ചിക്കനും മൊസ്ട്രോളയും ഹൊമോസും പുതിന ചട്നിയും കൂടി കഴിച്ചാൽ അടിപൊളിയായിരിക്കും. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക.